പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും റിലേറ്റഡ് ഫാക്റ്റുമാണ് നോക്കിക്കൊണ്ടിരുന്നത്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാവേ. 16ാമത്തെ ക്വസ്റ്റ്യൻ. ലോക വ്യാപാര സംഘടനയുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായിട്ടുള്ളത് ഏതൊക്കെയാണ്? 15 വരെ നമ്മൾ നോക്കിയതാണ്. ബാക്കി ഇപ്പോൾ ലോക വ്യാപാര സംഘടനയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന: 1995 ജനുവരി 1 ജനീവ ആസ്ഥാനമായി നിലവിൽ വന്നു. ശരിയാണ്. ലോക വ്യാപാര സംഘടനയുടെ സ്ഥാപക രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ. അതും ശരിയാണ്. 2015 ഏപ്രിലെ കണക്ക് അനുസരിച്ച് 171 രാജ്യങ്ങളാണ് ഉള്ളത്. അത് തെറ്റായിട്ടുള്ള ഒരു പ്രസ്താവനയാണ്. ഇപ്പോൾ 164 അംഗരാജ്യങ്ങളാണ് ലോക വ്യാപാര സംഘടനയ്ക്കുള്ളത്. 164 അംഗരാജ്യമാണുള്ളത്. 164ാമത്തെ അംഗരാജ്യം അഫ്ഗാനിസ്ഥാനാണ്. 164ാമത്തെ അംഗരാജ്യം ഏതാണ്? അഫ്ഗാനിസ്ഥാനാണ്. ഇപ്പോൾ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷനെ കുറിച്ച് നോക്കാം. വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ സ്ഥാപിതമായത് 1995 ജനുവരി 1. ആസ്ഥാനം എവിടെയാണ്? ജനീവയാണ് ആസ്ഥാനം. 1994 മാരക്കേഷിൽ നടന്ന ഉച്ചകോടിയുടെ ഫലമായിട്ടാണ് ലോക വ്യാപാര സംഘടന നിലവിൽ വന്നത്. 1994 മാരക്കേഷ്, മൊറോക്കോയിലെ മാരക്കേഷിൽ നടന്ന ഉച്ചകോടിയുടെ ഭാഗമായിട്ടാണ് ലോക വ്യാപാര സംഘടന നിലവിൽ വന്നത്. ഇനി ലോക വ്യാപാര സംഘടനയുടെ മുൻഗാമി എന്നറിയപ്പെടുന്ന ആരാണ്? ലോക വ്യാപാര സംഘടനയുടെ മുൻഗാമിയാണ് ഗാറ്റ്, അല്ലേ? ഗാറ്റ്. ലോക വ്യാപാര സംഘടനയുടെ മുൻഗാമിയാണ് ഗാറ്റ്. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം സൃഷ്ടിക്കപ്പെട്ട ഗാറ്റിൻ്റെ പിൻഗാമിയായിട്ടാണ് പിന്നെ എന്ത് വന്നത്? 1995 ജനുവരി 1 വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ സ്ഥാപിതമായത്. ഓക്കെ, അപ്പോൾ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ്റെ മുൻഗാമി എന്നറിയപ്പെടുന്നത് ഗാറ്റാണ്. ഗാറ്റിൻ്റെ ഫുൾ ഫോം എന്താണ്? ജനറൽ എഗ്രിമെൻ്റ് ഓൺ താരിഫ് ആൻഡ് ട്രേഡ്. ജനറൽ എഗ്രിമെൻ്റ് ഓൺ താരിഫ് ആൻഡ് ട്രേഡ്സ് എന്നാണ് ഗാറ്റിൻ്റെ ഫുൾ ഫോം. ഗാറ്റ് സ്ഥാപിതമായത് 1948 ജനുവരി 1 ഗാറ്റ് സ്ഥാപിതമായത് 1948 ജനുവരി 1. അപ്പോൾ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ 1995 ജനുവരി 1 സ്ഥാപിതമായി. 1994 മൊറോക്കോയിലെ മാരക്കേഷിൽ വെച്ച് നടന്ന ഉച്ചകോടിയുടെ ഫലമായിട്ടാണ് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ സ്ഥാപിതമാകുന്നത്. ആസ്ഥാനം ജനീവയാണ്. ടോട്ടൽ 164 അംഗരാജ്യങ്ങളാണുള്ളത്. 164ാമത്തെ അംഗരാജ്യം അഫ്ഗാനിസ്ഥാനാണ്. ഓക്കെ, പിന്നെ ഇതിൻ്റെ മുൻഗാമി എന്നറിയപ്പെടുന്ന ഗാറ്റാണ്. ജനറൽ എഗ്രിമെൻ്റ് ഓൺ താരിഫ് ആൻഡ് ട്രേഡ് എന്നാണ് ഫുൾ ഫോം. 48 ഗാറ്റ് സ്ഥാപിതമായി. 48 ജനുവരി 1. ഇനി വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ്റെ സ്ഥാപക രാജ്യങ്ങൾ ഏതൊക്കെ നോക്കാവേ. അതായത് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ സ്ഥാപക രാജ്യങ്ങളാണ് ചൈന, ഇന്ത്യയെ കൂടാതെ വേറെ ഏതൊക്കെ രാജ്യങ്ങളുണ്ട്? ചൈന, അമേരിക്ക, UK, ബ്രിട്ടനുണ്ട്. ചൈന, അമേരിക്ക, UK, ഫ്രാൻസ്, ഓസ്ട്രേലിയ, പാകിസ്ഥാൻ. ഇന്ത്യയും പാകിസ്ഥാനും ഉണ്ട്. ഇന്ത്യ, പാകിസ്ഥാൻ, ചൈന, അമേരിക്ക, അതുപോലെ UK, ബ്രിട്ടനുണ്ട്, ഫ്രാൻസ്, ഓസ്ട്രേലിയ. ഇവരൊക്കെ പ്രധാന സ്ഥാപക രാജ്യങ്ങളാണ്. ചൈന, അമേരിക്ക, UK, ഇന്ത്യ, പാകിസ്ഥാൻ, ഓസ്ട്രേലിയ, ഫ്രാൻസ്. അടുത്ത 17ാമത്തെ ക്വസ്റ്റ്യൻ. താഴെ തന്നിട്ടുള്ളവയിൽ ഹരിത വിപ്ലവത്തിൻ്റെ നേട്ടങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതെന്നാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്. വൻകിട കർഷകരും ചെറുകിട കർഷകരും തമ്മിലുള്ള അന്തരം വർദ്ധിച്ചു. അതായത് ഹരിത വിപ്ലവത്തിൻ്റെ നേട്ടങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതെന്നാണ് ചോദ്യം. ഇത് പോരായ്മയാണ്. ഹരിത വിപ്ലവത്തിൻ്റെ പോരായ്മയാണ് വൻകിട കർഷകരും ചെറുകിട കർഷകരും തമ്മിലുള്ള അന്തരം വർദ്ധിച്ചതെന്ന് പറയുന്നത് ഹരിത വിപ്ലവത്തിൻ്റെ പോരായ്മയാണ്. ബാക്കി ഓപ്ഷനിലുള്ളതെല്ലാം ഹരിത വിപ്ലവത്തിൻ്റെ നേട്ടങ്ങളാണ്. എന്തൊക്കെയാണ്? ഭക്ഷ്യധാന്യങ്ങളുടെ ഉൽപ്പാദനം വർദ്ധിച്ചു, ഭക്ഷ്യധാന്യങ്ങളുടെ വില കുറഞ്ഞു, ഭക്ഷ്യധാന്യങ്ങൾ കരുതൽ ശേഖരമായി സംരക്ഷിക്കാൻ സാധിച്ചു. അപ്പോൾ കുറച്ച് പ്രധാനപ്പെട്ട നേട്ടങ്ങൾ എന്തൊക്കെയെന്ന് ചോദിച്ചാൽ ഹരിത വിപ്ലവത്തിൻ്റെ പ്രധാനപ്പെട്ട നേട്ടങ്ങളാണ്. എന്തൊക്കെയാണ്? നമ്മുടെ ഉൽപ്പാദനം വളരെ കൂടുതലായിട്ട് വൻ വർധനവുണ്ടായി. പ്രത്യേകിച്ചും അരി, ഗോതമ്പിൻ്റെയൊക്കെ ഉൽപ്പാദനത്തിൽ വൻ വർധനവുണ്ടായി. അതുപോലെ ഭക്ഷ്യ സ്വയം പര്യാപ്തത ലഭ്യമാക്കാൻ സഹായിച്ചു. അപ്പോൾ ഇന്ത്യക്ക് ഒരു ഭക്ഷ്യ സ്വയം പര്യാപ്തത ലഭിച്ചു. അതിന് കാരണമായത് ഹരിത വിപ്ലവമാണ്. അതുപോലെ ഭക്ഷ്യധാന്യങ്ങളുടെ വിലയ്ക്ക് എന്ത് ചെയ്തു? വിലയ്ക്ക് കുറവുണ്ടായി. ഭക്ഷ്യധാന്യങ്ങളുടെ വില, അതായത് കുറഞ്ഞ വിലയ്ക്ക് ഭക്ഷ്യധാന്യങ്ങൾ വിതരണം ചെയ്യാൻ കഴിഞ്ഞു. അതുപോലെ കൃഷിയോഗ്യമായ സ്ഥലത്തിൻ്റെ അളവ് വർദ്ധിച്ചു.
ഇപ്പോൾ ഹരിത വിപ്ലവത്തിൻ്റെ നേട്ടങ്ങൾ എന്താണ്? ഭക്ഷ്യധാന്യങ്ങളുടെ ഉൽപ്പാദനം വർദ്ധിച്ചു, ഭക്ഷ്യധാന്യങ്ങളുടെ വില കുറഞ്ഞു, ഭക്ഷ്യധാന്യങ്ങൾ കരുതൽ ശേഖരമായി സംരക്ഷിക്കാൻ സാധിച്ചു, അതുപോലെ നമുക്ക് ഇന്ത്യക്ക് ഭക്ഷ്യ സ്വയം പര്യാപ്തത കൈവരിക്കാൻ സാധ്യമായി, അതുപോലെ കൃഷിയോഗ്യമായ സ്ഥലത്തിൻ്റെ അളവൊക്കെ വർദ്ധിച്ചു. ഇനി പോരായ്മ നമ്മൾ നേരത്തെ പറഞ്ഞ പോയിൻ്റാണ്. വൻകിട കർഷകരും ചെറുകിട കർഷകരും തമ്മിൽ അന്തരം വർദ്ധിച്ചു. അതുകൂടാതെ ഈ ഹരിത വിപ്ലവം കൊണ്ട് ഏറ്റവും കൂടുതൽ നേട്ടം ഉണ്ടായത് വൻകിട കർഷകർക്കായിരുന്നു. അതുപോലെ വേറൊരു പോരായ്മയാണ് യന്ത്രവൽക്കരണമൊക്കെ തൊഴിലില്ലായ്മ സൃഷ്ടിച്ചു. അതുപോലെ ഗോതമ്പാണ് കൂടുതൽ ഉൽപ്പാദന വർധനമുണ്ടായ ഭക്ഷ്യവിള ഗോതമ്പായിരുന്നു. അതുകൊണ്ട് തന്നെ ഇതിനെ ഗോതമ്പ് വിപ്ലവം, വീറ്റ് റവല്യൂഷൻ എന്നും അറിയപ്പെടുന്നു. അപ്പോൾ ഹരിത വിപ്ലവത്തിൻ്റെ പോരായ്മകളാണ് വൻകിട കർഷകരും ചെറുകിട കർഷകരും തമ്മിലുള്ള അന്തരം വർദ്ധിച്ചു. ഏറ്റവും കൂടുതൽ ലാഭം ഉണ്ടായത് വൻകിട കർഷകർക്കായിരുന്നു. അതുപോലെ യന്ത്രവൽക്കരണമൊക്കെ തൊഴിൽ നഷ്ടം ഉണ്ടാക്കി. അതുപോലെ ഗോതമ്പാണ് ഏറ്റവും കൂടുതൽ ഉൽപ്പാദന വർധനമുണ്ടായ ഭക്ഷ്യവിള. അതുകൊണ്ട് ഇതിനെ ഗോതമ്പ് വിപ്ലവം അല്ലെങ്കിൽ വീറ്റ് റവല്യൂഷൻ എന്ന് അറിയപ്പെടുന്നുണ്ട്. അതുപോലെ വാണിജ്യ വിളകളുടെ പുരോഗതിക്കാണ് ഇത് കൂടുതലും സഹായിച്ചത്. അപ്പോൾ ഇതൊക്കെ ഹരിത വിപ്ലവത്തിൻ്റെ പോരായ്മയാണ്. ജസ്റ്റ് മനസ്സിലാക്കി വെച്ചിരുന്നാൽ മതി. അടുത്ത ക്വസ്റ്റ്യൻ, 2020 ഏപ്രിൽ 1 ബാങ്ക് ലയനത്തിൽ പഞ്ചാബ് നാഷണൽ ബാങ്കിൽ ലയിച്ച ബാങ്ക് ഏതൊക്കെയെന്നാണ്? ആൻസർ ഓപ്ഷൻ എ ഓറിയൻ്റൽ ബാങ്ക് ഓഫ് കൊമേഴ്സും യുണൈറ്റഡ് ബാങ്ക് ഓഫ് ഇന്ത്യയും പഞ്ചാബ് നാഷണൽ ബാങ്കിൽ ലയിച്ച ബാങ്കുകളാണ്. ഓറിയൻ്റൽ ബാങ്ക് ഓഫ് കൊമേഴ്സും യുണൈറ്റഡ് ബാങ്ക് ഓഫ് ഇന്ത്യയും. അപ്പോൾ ഇനി ബാക്കി ബാങ്കുകളുടെ ലയനം ഏതൊക്കെ ബാങ്കാണെന്ന് നോക്കാം. സിൻഡിക്കേറ്റ് ബാങ്ക് ലയിച്ചത് കാനറ ബാങ്കിലാണ്. അലഹബാദ് ബാങ്ക് ലയിച്ചത് ഇന്ത്യൻ ബാങ്കിലാണ്. ഇന്ത്യൻ ബാങ്കിലാണ് അലഹബാദ് ബാങ്ക് ലയിച്ചത് ഇന്ത്യൻ ബാങ്കിൽ. അതുപോലെ ആന്ധ്ര ബാങ്കും കോർപ്പറേഷൻ ബാങ്കും ലയിച്ചത് യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യയിലാണ്. യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യയിലാണ് ലയിച്ചത്. ലാസ്റ്റ് വൺ വിജയ ബാങ്ക്, ദേന ബാങ്ക് ഓഫ് ബറോഡയിലാണ് ലയിച്ചത്. വിജയ ബാങ്ക്, പിന്നെ ഏതാണ്? ദേന ബാങ്ക്. വിജയ ബാങ്കും ദേന ബാങ്കും ബാങ്ക് ഓഫ് ബറോഡയിലാണ് ലയിച്ചത് കേട്ടോ. ബാങ്ക് ഓഫ് ബറോഡയിലാണ് വിജയ ബാങ്കും ദേന ബാങ്ക് ലയിച്ചത്. ഏതൊക്കെയാണ്? നമ്മൾ നേരത്തെ നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഓറിയൻ്റൽ ബാങ്ക് ഓഫ് കൊമേഴ്സും യുണൈറ്റഡ് ബാങ്ക് ഓഫ് ഇന്ത്യയും പഞ്ചാബ് നാഷണൽ ബാങ്കിലാണ് ലയിച്ചത്. സിൻഡിക്കേറ്റ് ബാങ്ക് ലയിച്ചത് കാനറ ബാങ്കിലാണ്. അലഹബാദ് ബാങ്ക് ലയിച്ചത് ഇന്ത്യൻ ബാങ്കിലാണ്. യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യയിൽ, അതായത് ആന്ധ്ര ബാങ്കും കോർപ്പറേഷൻ ബാങ്കും ലയിച്ചത് യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യയിലാണ്. ആന്ധ്ര ബാങ്കും കോർപ്പറേഷൻ ബാങ്കും ലയിച്ചത്. വിജയ ബാങ്കും ദേന ബാങ്കും ബാങ്ക് ഓഫ് ബറോഡയിലാണ് ലയിച്ചത്. ഈ ബാങ്ക് ലയനത്തോടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ പൊതുമേഖലാ ബാങ്കായത് പഞ്ചാബ് നാഷണൽ ബാങ്കാണ്. ബാങ്ക് ലയനത്തോടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ പൊതുമേഖലാ ബാങ്കായത് പഞ്ചാബ് നാഷണൽ ബാങ്കാണ്. അതുപോലെ SBIയുടെ 5 അനുബന്ധ ബാങ്കും ഭാരതീയ മഹിളാ ബാങ്കും ലയിപ്പിച്ചിട്ടുണ്ടായിരുന്നു. SBIയുടെ, അതായത് നമ്മുടെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂർ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് മൈസൂർ, അതെല്ലാം അതും പിന്നെ മഹിളാ ബാങ്കും 2017 ഏപ്രിൽ 1 SBI ലയിച്ചതാണ്. 5 അനുബന്ധ ബാങ്കുകളും ഭാരതീയ മഹിളാ ബാങ്കും SBI ലയിച്ച ഡേറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ 2017 ഏപ്രിൽ 1. ഏതൊക്കെ ബാങ്കുകളാണ് ലയിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതൊക്കെയാണ്? സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ബിക്കാനീർ ആൻഡ് ജയ്പൂർ, അതുപോലെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഹൈദരാബാദ്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് മൈസൂർ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് പട്യാല, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂർ, പിന്നെ മഹിളാ ബാങ്ക്. ഇപ്പോൾ SBI ലയിച്ച ബാങ്കുകൾ ഏതൊക്കെയാണ്? സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ബിക്കാനീർ ആൻഡ് ജയ്പൂർ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഹൈദരാബാദ്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് മൈസൂർ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് പട്യാല, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂർ, പിന്നെ ഭാരതീയ മഹിളാ ബാങ്ക്. ഇത്രയും SBI ലയിച്ചത് 2017 ഏപ്രിൽ 1. അതുപോലെ ബാങ്ക് ലയനത്തോടു കൂടി ഇന്ത്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ പൊതുമേഖലാ ബാങ്കായത് പഞ്ചാബ് നാഷണൽ ബാങ്ക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ ആദ്യമായിട്ട് ഡിജിറ്റൽ ബജറ്റ് അവതരിപ്പിച്ച കേന്ദ്ര ധനകാര്യമന്ത്രി ആര്? നിർമ്മല സീതാരാമനാണ്.
ഇന്ത്യയിൽ ആദ്യമായിട്ട് ഡിജിറ്റൽ ബജറ്റ് അവതരിപ്പിച്ച വർഷം ചോദിച്ചത് 2021 ഇന്ത്യയിൽ ആദ്യമായിട്ട് ഡിജിറ്റൽ ബജറ്റ് അവതരിപ്പിക്കുന്നത് 2021 നമ്മുടെ സാമ്പത്തിക വർഷം, ഇന്ത്യയുടെ സാമ്പത്തിക വർഷം ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെയാണ്. ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെയാണ് ഇന്ത്യയുടെ സാമ്പത്തിക വർഷം. അപ്പോൾ ഇന്ത്യയുടെ ആദ്യത്തെ ഡിജിറ്റൽ ബജറ്റ് അവതരിപ്പിച്ചത് നിർമ്മല സീതാരാമൻ ഏത് വർഷമാണെന്ന് ചോദിച്ചാൽ 2021. ബജറ്റിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ 112 ബജറ്റ് ആർട്ടിക്കിൾ 112 ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്നാണ്. ബജറ്റ് എന്ന പദം ഭരണഘടനയിലില്ല. ആർട്ടിക്കിൾ 112 പറയുന്നത് ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്നാണ്. ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. ഇന്ത്യൻ ബജറ്റിൻ്റെ പിതാവെന്നറിയപ്പെടുന്നത് PC മഹലനോബിസ്. ഇന്ത്യൻ ബജറ്റിൻ്റെ പിതാവെന്നറിയപ്പെടുന്ന PC മഹലനോബിസ് ആണ് ഇന്ത്യൻ ബജറ്റിൻ്റെ പിതാവ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു ബജറ്റ് സംവിധാനം കൊണ്ടുവന്ന ഭരണാധികാരിയാണ് കാനിങ് പ്രഭു. ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു ബജറ്റ് സംവിധാനം കൊണ്ടുവന്ന ഭരണാധികാരി ആരാണ്? കാനിങ് പ്രഭുവാണ് 1860. ഇന്ത്യയിൽ ആദ്യമായിട്ട് ബജറ്റ് അവതരിപ്പിച്ച വ്യക്തി ജെയിംസ് വിൽസൺ ആണ്. 1860 തന്നെ ജെയിംസ് വിൽസൺ. അപ്പോൾ ഇന്ത്യയിൽ ബജറ്റ് സംവിധാനം കൊണ്ടുവന്ന ബ്രിട്ടീഷ് ഭരണാധികാരി കാനിങ് പ്രഭു 1860. ഇന്ത്യയിൽ ആദ്യമായിട്ട് ബജറ്റ് അവതരിപ്പിച്ചത് ജെയിംസ് വിൽസൺ ആണ് 1860. ജെയിംസ് വിൽസൺ. സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യ ബജറ്റ് അവതരിപ്പിച്ചത് ആരാണ്? R.K. ഷൺമുഖം ചെട്ടി. R.K. ഷൺമുഖം ചെട്ടിയാണ് സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യത്തെ ബജറ്റ് അവതരിപ്പിച്ചത്. ഇപ്പോൾ സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യത്തെ ബജറ്റ് അവതരിപ്പിച്ചത് R.K. ഷൺമുഖം ചെട്ടിയാണ്. അതുപോലെ തുടർച്ചയായി ഏറ്റവും അധികം ബജറ്റ് അവതരിപ്പിച്ചത് C.D. ദേശ്മുഖാണ്. തുടർച്ചയായിട്ട് ഏറ്റവും അധികം ബജറ്റ് അവതരിപ്പിച്ച C.D. ദേശ്മുഖും. എന്നാൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ബജറ്റ് അവതരിപ്പിച്ചത് മൊറാർജി ദേശായിയാണ്. തുടർച്ചയായിട്ട് ഏറ്റവും കൂടുതൽ ബജറ്റ് C.D. ദേശ്മുഖ്, എന്നാൽ ഏറ്റവും കൂടുതൽ ബജറ്റ് അവതരിപ്പിച്ചത് മൊറാർജി ദേശായിയാണ്. ഏറ്റവും കൂടുതൽ ബജറ്റ് അവതരിപ്പിച്ചത്. ഇന്ത്യൻ ലോക്സഭയിൽ ബജറ്റ് അവതരിപ്പിച്ച ആദ്യ വനിത ഇന്ദിരാഗാന്ധി. ഇന്ത്യൻ ലോക്സഭയിൽ ബജറ്റ് അവതരിപ്പിച്ച ആദ്യ വനിത ഇന്ദിരാഗാന്ധി. രണ്ടാമത്തെ വനിതയാണ് നിർമ്മല സീതാരാമൻ. സമ്പൂർണ്ണ കേന്ദ്ര ബജറ്റ് അവതരിപ്പിച്ച ആദ്യ വനിതാ ധനമന്ത്രി നിർമ്മല സീതാരാമനാണ്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ 20ാമത്തെ ക്വസ്റ്റ്യനാണ്. ഒന്നാം പാർലമെൻറ്റിലെ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായിരുന്നു INC, ഇൻ്റർനാഷണൽ കോൺഗ്രസ്. അപ്പോൾ ആദ്യ പൊതു തിരഞ്ഞെടുപ്പ് നടന്നത് ഏത് വർഷമാണ്? 1951-52 ആദ്യ പൊതു തിരഞ്ഞെടുപ്പ് നടന്നത്. 51 ഒക്ടോബർ മുതൽ 52 ഫെബ്രുവരി വരെയായിരുന്നു ആദ്യ പൊതു തിരഞ്ഞെടുപ്പിൻ്റെ കാലഘട്ടം. ആദ്യ പൊതു തിരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ ലോക്സഭാ സീറ്റുകൾ നേടിയത് 364 സീറ്റ് നേടിയത് ആരായിരുന്നു? INC ആയിരുന്നേ, ഇൻ്റർനാഷണൽ കോൺഗ്രസ് ആയിരുന്നു. അതുപോലെ ആദ്യ തിരഞ്ഞെടുപ്പിലെ ഏറ്റവും വലിയ പ്രതിപക്ഷ കക്ഷി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയാണ്. 16 സീറ്റാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ അന്ന് നേടിയത്. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ തിരഞ്ഞെടുപ്പ് നടന്ന സ്ഥലം എവിടെയാണ്? ഹിമാചൽ പ്രദേശിലെ ചിനി താലൂക്കിലാണ് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ തിരഞ്ഞെടുപ്പ് നടന്നത്. ആദ്യ വോട്ടർ ശ്യാം ശരൺ നേഗിയാണ്. അപ്പോൾ ശ്യാം ശരൺ നേഗിയെക്കുറിച്ച് റീസെൻ്റായിട്ട് പഠിക്കേണ്ടതാണ്. 2022 നവംബർ 5 ശ്യാം ശരൺ നേഗി അന്തരിച്ചത്. 2022 നവംബർ 5 ശ്യാം ശരൺ നേഗി അന്തരിച്ചത്. നിലവിലെ പാർലമെൻറ്റിലെ ഏറ്റവും വലിയ ഒറ്റകക്ഷി BJP ആണ്, ഭാരതീയ ജനതാ പാർട്ടിയാണ്. ഇപ്പോൾ ഏറ്റവും വലിയ പ്രതിപക്ഷ കക്ഷിയാണ് INC. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഭരണഘടനയുടെ 356 വകുപ്പ് പ്രയോഗിക്കുന്നത്? ആൻസർ ഓപ്ഷൻ C, സംസ്ഥാനത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കൽ. നമുക്കറിയാം ആർട്ടിക്കിൾ 352 ദേശീയ അടിയന്തരാവസ്ഥ, 356 സംസ്ഥാന അടിയന്തരാവസ്ഥ, 360 സാമ്പത്തിക അടിയന്തരാവസ്ഥ. ഇപ്പോൾ ദേശീയ അടിയന്തരാവസ്ഥ ഉണ്ടാകുന്ന കാരണങ്ങൾ എന്തൊക്കെയാണ്? യുദ്ധം, രാജ്യത്തിന് പുറത്തു നിന്നുള്ള കടന്നുകയറ്റം, സായുധ വിപ്ലവം. ഇത്രയും കാരണങ്ങൾ കൊണ്ട് ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാം. യുദ്ധം, രാജ്യത്തിന് പുറത്തു നിന്നുള്ള കടന്നുകയറ്റം, സായുധ വിപ്ലവം. യുദ്ധം, രാജ്യത്തിന് പുറത്തു നിന്നുള്ള കടന്നുകയറ്റം, സായുധ വിപ്ലവം. ഇങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ ആർട്ടിക്കിൾ 352 പ്രകാരമുള്ള ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാം. ഓക്കെ. അടുത്ത സംസ്ഥാന അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 356.
ആർട്ടിക്കിൾ 356 പ്രകാരമാണ് സംസ്ഥാന അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത്. ഭരണഘടനാ സംവിധാനങ്ങൾ സംസ്ഥാനത്ത് പരാജയപ്പെട്ടാൽ ആർട്ടിക്കിൾ 356 പ്രകാരം ഒരു സംസ്ഥാനത്തിൻ്റെ ഭരണം കേന്ദ്രം ഏറ്റെടുക്കുന്നു. ഇത് അറിയപ്പെടുന്നതാണ് പ്രസിഡന്റ് ഭരണം. അപ്പോൾ ഭരണഘടനാ സംവിധാനങ്ങൾ സംസ്ഥാനത്ത് പരാജയപ്പെട്ടാൽ ആർട്ടിക്കിൾ 356 പ്രകാരം ഒരു സംസ്ഥാനത്തിൻ്റെ ഭരണം കേന്ദ്രം ഏറ്റെടുക്കുന്നു. ഇത് അറിയപ്പെടുന്നതാണ് പ്രസിഡന്റ് ഭരണം. സംസ്ഥാനത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്ന ആരാണ്? പ്രസിഡന്റാണ്. ഏതൊക്കെ സാഹചര്യങ്ങളിൽ പ്രഖ്യാപിക്കാം? സംസ്ഥാന നിയമസഭയിൽ ഭൂരിപക്ഷം ലഭിച്ച മുന്നണിക്ക് ഒരു മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കുവാൻ കഴിയാതെ വരുമ്പോൾ, അത് ഒന്നാമത്തെ കാരണം. പിന്നെ ഒഴിവാക്കാൻ ബുദ്ധിമുട്ടുള്ള കാരണങ്ങൾ കൊണ്ട് ഇലക്ഷൻ നീട്ടിവെക്കേണ്ടി വരുമ്പോഴും സംസ്ഥാന അടിയന്തരാവസ്ഥ. മൂന്നാമത്തെ പോയിന്റ്, ഭരണഘടനാ പ്രതിസന്ധി ഉണ്ടായാലും സംസ്ഥാന അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാം. അപ്പോൾ സംസ്ഥാനത്ത് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്താനുള്ള സാഹചര്യങ്ങൾ എന്തൊക്കെയാണ്? ഒരു സംസ്ഥാന നിയമസഭയിൽ ഭൂരിപക്ഷം ലഭിച്ച ഒരു മുന്നണിക്ക് ഒരു മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കാൻ കഴിയാതെ വരുമ്പോഴത്തേക്കും പ്രഖ്യാപിക്കാം. പിന്നെ എന്തെങ്കിലും ഒരു കാരണം കൊണ്ട്, ഒഴിവാക്കാൻ പറ്റാത്ത കാരണം കൊണ്ട് ഇലക്ഷൻ നീട്ടി വയ്ക്കുമ്പോഴത്തേക്കും അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാം, സംസ്ഥാന അടിയന്തരാവസ്ഥ. അതുപോലെ ഭരണഘടനാ പ്രതിസന്ധി ഉണ്ടായാലും സംസ്ഥാന അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാം. ആർട്ടിക്കിൾ 356 പ്രകാരമാണ് സംസ്ഥാന അടിയന്തരാവസ്ഥ, പ്രസിഡന്റ് ഭരണം സംസ്ഥാനങ്ങളിൽ ഏർപ്പെടുത്തുന്നത്. അങ്ങനെ ഭരണഘടന നിലവിൽ വന്നതിന് ശേഷം ആദ്യമായിട്ട് പ്രസിഡന്റ് ഭരണം ഏർപ്പെടുത്തിയ സംസ്ഥാനം പഞ്ചാബാണ്. 1951 നമ്മുടെ ഭരണഘടന നിലവിൽ വന്നതിന് ശേഷം ആദ്യമായിട്ട് പ്രസിഡന്റ് ഭരണം ഏർപ്പെടുത്തിയ സംസ്ഥാനം ഏതാണ്? പഞ്ചാബാണ്. പഞ്ചാബ്. ഇനി ആർട്ടിക്കിൾ 360 പ്രകാരം സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനുള്ള കാരണം സാമ്പത്തിക സ്ഥിരതയില്ലായ്മയും പൊതുകടം വർദ്ധിക്കുമ്പോഴും. സാമ്പത്തിക സ്ഥിരത ഇല്ലാതാവുക, പൊതുകടം വർദ്ധിക്കുക, ഇങ്ങനത്തെ സാഹചര്യങ്ങളിൽ സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കും. അടുത്ത ക്വസ്റ്റ്യൻ, ഡോക്ടർ PM മുബാറക് പാഷ ഏത് സർവകലാശാലയുടെ വൈസ് ചാൻസലറാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, ശ്രീനാരായണ ഓപ്പൺ സർവകലാശാല. നിലവിലെ ശ്രീനാരായണ ഓപ്പൺ സർവകലാശാലയുടെ വൈസ് ചാൻസലർ ജഗതി രാജ് VP ആണ്. നിലവിലെ ഇപ്പോൾ ശ്രീനാരായണ ഓപ്പൺ സർവകലാശാലയുടെ വൈസ് ചാൻസലർ മാറിയിട്ടുണ്ട്. ജഗതി രാജ് VP ആണ്. ജഗതി രാജ് VP. ജഗതി രാജ് VP ആണ്. പ്രോ വൈസ് ചാൻസലർ ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ പ്രോ വൈസ് ചാൻസലർ SV സുധീർ ആണ്. SV സുധീർ ആണ് ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ പ്രോ വൈസ് ചാൻസലർ. SV സുധീർ. കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയുടെ ആദ്യ വൈസ് ചാൻസലർ ജോസഫ് മുണ്ടശ്ശേരിയാണ്. കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയുടെ ആദ്യ വൈസ് ചാൻസലറായിരുന്നു ജോസഫ് മുണ്ടശ്ശേരി. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഓർത്ത് വെച്ചേക്കണം. കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയുടെ ആദ്യ വൈസ് ചാൻസലറാണ് ജോസഫ് മുണ്ടശ്ശേരി. അതുപോലെ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ് റീസെൻ്റായിട്ട് നടന്ന കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ ബിജോയ് നന്ദനാണ്. നിലവിൽ കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറാണ് S ബിജോയ് നന്ദൻ. അത് ഓർത്ത് വെച്ചേക്കണേ.